ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ലിയ. എല്ലാവർക്കും രുചി ഗൃഹത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സാധാരണ റെസ്റ്റോറൻറ്റുകളിൽ മാത്രം ലഭിക്കുന്ന വളരെ രുചികരമായ ഒരു ബട്ടർ ചിക്കൻ തയ്യാർ ചെയ്യാം. അത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ തയ്യാർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളുണ്ട്, നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. നമുക്ക് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏതാണ്ട് ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ വലുപ്പത്തിൽ മുറിച്ച് 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ഉള്ളതായ മസാലപ്പൊടികൾ നമുക്ക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 3 ടേബിൾ സ്പൂൺ തൈര്, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്. നല്ലപോലെ നമുക്കൊന്ന് പേസ്റ്റ് ആക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതായ ചിക്കൻ അതിലേക്കൊന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെ നമുക്ക് മാറ്റി വെക്കാം. ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. നമുക്കിനി ഇതിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി, കാരണം ക്രീം ഉണ്ടാക്കാൻ വേണ്ടി, ഒരു 4 മീഡിയം ടൈപ്പ് സബോള ക്യൂബ് ടൈപ്പായിട്ട് അരിഞ്ഞത്, അതിപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ക്യൂബ് ടൈപ്പായിട്ട് അരിഞ്ഞത് മിക്സിയിലേക്ക് നമുക്ക് മാറ്റാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇത് നമുക്ക് മിക്സിയിലേക്ക് കൊണ്ടുപോയി പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരാം. സബോള നല്ല വൃത്തിയായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 തക്കാളി, ഇത് ആപ്പിൾ ടൈപ്പ് തക്കാളിയാണ്, കാരണം അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് നല്ല കളർ വരും. ഇത് നമുക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അത് നമുക്ക് മിക്സിയിലേക്ക് മാറ്റാം. ഇത് 100 ഗ്രാം കാഷ്യൂനട്ടാണ്. ഇതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് 1 മണിക്കൂർ ഒന്ന് കുതുക്കാൻ വെക്കുക. കുതിർന്ന ശേഷം നമ്മൾ പ്രഷർ കുക്കറിലേക്ക് മാറ്റി 4 വിസിൽ വരുന്നവരെ അത് വേവിക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാൻ. അതിനുശേഷം കുക്കർ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കുക. തണുത്ത ശേഷം മിക്സിയിൽ നല്ല ക്രീം മാതിരി അടിച്ചെടുക്കണം. മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ 4 മീഡിയം സബോള നല്ല ക്രീമായിട്ട് അരച്ചിട്ടുണ്ട്. 3 വലിയ ആപ്പിൾ ടൈപ്പ് തക്കാളി, അതും നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്. 100 ഗ്രാം കാഷ്യൂനട്ട് ബോയിൽ ചെയ്ത് വെന്ത പരുവത്തിന് നല്ല ക്രീം മാതിരി അതും അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചതായ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ ഇരുന്നാണ്. അത് നമുക്കിനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ എണ്ണ, 1 ടേബിൾ സ്പൂൺ ബട്ടർ, എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ തയ്യാർ ചെയ്തിരിക്കുന്നതായ ചിക്കൻ ചേർക്കാം. നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. ഇതിൻ്റെ ഒരു വശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒന്നും മറിച്ചിടാനില്ല. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 70% ചിക്കൻ വെന്തിട്ടുണ്ട്. ഈ വേവ് മതി, കാരണം നമുക്കിനി ഇത് എൻ്റെ ഗ്രേവിയിൽ കിടന്ന് വേണ്ടതാണ്. ഞാനിതൊരു നമ്മുടെ സ്ട്രെയിനറിലോട്ട് മാറ്റി വെക്കുകയാണ്. നമ്മുടെ ചിക്കനൊക്കെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആരംഭിക്കാം. അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിൽ 2 ടേബിൾ സ്പൂൺ നമ്മൾ ചിക്കൻ വറുത്ത എണ്ണ തന്നെയാണ്, അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ. എണ്ണ ശരിയായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇതൊന്ന് ഇളക്കി പച്ചമണം ഒന്ന് മാറണം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിനകത്തൊരു 2 പച്ചമുളക് ക്രഷ്ഡാണ്, അത് ചേർക്കാം. അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പച്ചമണമൊക്കെ മുളകിൻ്റെ മാറിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനിയും നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നതായ ഓണിയൻ പേസ്റ്റ് നമുക്ക് ചേർക്കാം. ഇത് ഇളക്കി നല്ലവണ്ണം ഇളക്കി ഇതിനകത്ത് വെള്ളമൊക്കെ വിട്ട് കുറുകി വരുന്നത് വരെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഓണിയനകത്ത് വെള്ളമൊക്കെ വറ്റി അതിൻ്റെ പച്ച ചവയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിനി അടിച്ചു വെച്ചിരിക്കുന്നതായ ടൊമാറ്റോ ചേർക്കാൻ പോകും. ഈ സാധനങ്ങളെല്ലാം ഒരു മീഡിയം തീയിലിട്ടേ ചെയ്യാവുള്ളൂ, കാരണം ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളിത് ഇളക്കിയൊക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ ടൊമാറ്റോ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ആവശ്യമായ സ്പൈസസ് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ടർമറിക് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ക്യുമിൻ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല. നല്ലപോലെ ഇളക്കി എല്ലാം ഒന്ന് യോജിക്കട്ടെ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഉപ്പ് ഞാൻ ഇപ്പോൾ കുറച്ചേ ഇടുന്നുള്ളൂ. നമ്മളിത് മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞ് എല്ലാം ഗ്രേവി ആയി കഴിയുമ്പോൾ ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർന്നുള്ളവരും ഞാൻ രണ്ടാമത് പറയാം.
ഗരം മസാലയൊക്കെ ഇട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ചൂടുവെള്ളം, ഒരു 1.5 കപ്പ് ചൂടുവെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്കതിലേക്ക് ഒഴിക്കാം. നല്ലോണം ഇളക്കി ഒന്ന് തിളച്ച ശേഷം വേണം നമുക്ക് അതിനകത്തേക്ക് ചിക്കൻ ചേർക്കാൻ. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ചേർക്കാം. ചിക്കനോട് ചേർത്ത് നല്ലോണം ഇളക്കി അതിലേക്ക് 1 കപ്പ് പാല്, പാലിട്ട് നല്ലോണം യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ബാക്കി വേവുള്ള ചിക്കൻ വെന്ത് കിട്ടണം. കുറച്ച് നമ്മൾ 70% ചിക്കനെ വെന്തിട്ടുള്ളത്. ഈ അരപ്പിൽ കിടന്ന് നമ്മുടെ ചിക്കൻ വേകണം. വെന്ത് ഈ മസാലയെല്ലാം ചിക്കനിൽ പിടിക്കണം. നമുക്ക് അടച്ചു വെക്കാം. ഇത് ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കാഷ്യൂനട്ട് പുഴുങ്ങി അരച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ചേർക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ ഒരു ടൈറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് കസൂരി മേത്തി 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇതൊന്ന് കയ്യിലെടുത്ത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ഇടാം. പിന്നെ കുറച്ച് കൊറിയാൻഡർ ലീഫ് ചേർത്ത് ഇളക്കി നമുക്കൊന്ന് മൂടി വെക്കാം. ഇത് പഞ്ചസാര നമുക്കൊരു കുറച്ച് പഞ്ചസാര കൂടെ ചേർക്കാം. കാരണം ഇതിൻ്റെ എല്ലാ ടേസ്റ്റുകളും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്തൊന്ന് ഇളക്കി അതിൻ്റെ മുകളിലേക്ക് 1 സ്പൂൺ ബട്ടർ കൂടെ ഇട്ട് കുറച്ച് കൊറിയാൻഡർ ലീഫ് മല്ലിയിലയും കൂടി ഇട്ട് അതിൻ്റെ മുകളിൽ ഒരു നുള്ള് നമ്മുടെ ഗരം മസാല ഒരു അരോമ അടിക്കാൻ വേണ്ടിയാണ് തുറക്കുമ്പോൾ നമ്മൾ മൂടി വെച്ചു. നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി. നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയായി. യാതൊരുവിധമായ കെമിക്കലും ചേർക്കാതെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ രുചികരമായ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഞങ്ങളുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന പുതിയ റെസിപ്പികൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ബൈ.